വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് എങ്ങനെയാണ് ചെയ്തെടുത്തതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കവറുകളാണ് എടുത്തിട്ടുള്ളത്. ഉൾവശം സിൽവർ കളറുള്ള ഏത് വേസ്റ്റ് കവറുകളും നമുക്കിതിന് വേണ്ടിയിട്ട് എടുക്കാം. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഈ ഒരു പീസ് വീണ്ടും മടക്കി കൊടുക്കുകയാണ്. ഇതുപോലെ അത് മടക്കി കൊടുത്തതിന് ശേഷം ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കണം. വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ് ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ നമ്മളതിൽ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വരച്ച് കൊടുത്തിട്ടുള്ള ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. വീണ്ടും ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെയായിട്ട് നമ്മളത് വീണ്ടും കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ചെയ്തെടുക്കുന്ന ക്രാഫ്റ്റ് വർക്കൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ കൂടെ കൂടണേ. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കതിൻ്റെ ഈ ഒരു ഭാഗം കൂടെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് നിവർത്തി നോക്കാം. പിന്നീട് നമുക്ക് കുറച്ച് കട്ടിയുള്ള പേപ്പറാണ് വേണ്ടത്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്കിതിൻ്റെ ബാക്കിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ വിരൽ വെച്ച് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പെയിൻറ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതിലെല്ലാം ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം. പാഴ്വസ്തുക്കളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇതുപോലെ നമ്മളതിൽ മുഴുവനായും പെയിൻറ് ചെയ്തെടുത്തു. ഇനി നമുക്കതിനെ ചുറ്റുമുള്ള ഭാഗം കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തു. ഇതുപോലെ തന്നെ വേറെ 2 എണ്ണം കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനടിയിൽ ഡബിൾ സൈഡ് ടാപ്പൊക്കെ ഒട്ടിച്ച് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ചുമരിൽ വെക്കാം. നമ്മളിത് വേറെ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് വൂളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. വൂളൻ ത്രെഡ് വിരലിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം വൂളൻ ത്രെഡിൻ്റെ ഒരു പീസ് വെച്ച് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കണം. നമ്മൾ ചെയ്തെടുക്കുന്ന വാൾ ഡെക്കറിൻ്റെ താഴെയായിട്ട് വെച്ച് കൊടുക്കാനുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമ്മളത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ വേസ്റ്റ് കവറിൽ നിന്നും ഒരു റൗണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മളതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റൗണ്ട് പീസിൻ്റെ പകുതി ഭാഗം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് കോൺ ഷേപ്പിലാക്കി ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മളത് സെല്ലോ ടാപ്പ് വെച്ചാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ വൂളൻ ത്രെഡ് വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഇതിലേക്ക് നമുക്കത് വെച്ച് കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളതിൻ്റെ എല്ലാം ബാക്കിലായിട്ട് നമുക്ക് വൂളൻ ത്രെഡ് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ നമ്മളത് 3 വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ വൂളൻ ത്രെഡ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ചുമരിൽ തൂക്കിയിടാനുള്ളതായതുകൊണ്ട് കുറച്ച് നമ്മൾ മുകളിലേക്ക് അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. വൂളൻ ത്രെഡിൻ്റെ മുകളിലെല്ലാം നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ഇത് വെച്ച് കൊടുക്കണം. ഇതും അതിൽ ഒട്ടിച്ചെടുത്തതിന് ശേഷം അതിന് മുകളിൽ നമ്മൾ കുറച്ച് കട്ടിയുള്ള പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായി നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ഇതുപോലെ ഒരു ക്രാഫ്റ്റ് വർക്കാണ് ചെയ്തെടുത്തിട്ടുള്ളത്. എങ്ങനെയുണ്ട് കാണാനായിട്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ. ഇതുപോലത്തെ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരെല്ലാവരും നമ്മുടെ കൂടെ കൂടണേ.